ആലപ്പുഴ എല്ലാവരെയും ഭീതിയിലാഴ്ത്തുന്നൊരു മോഷണ പരമ്പരയെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പലയിടത്തെയും CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. മോഷ്ടാക്കളെത്തുന്നു, മുഖം മറച്ചെത്തുന്നത്, കയ്യിൽ ആയുധമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീടിൻ്റെ പിൻവാതിൽ തകർത്താണ് ഈ സംഘമകത്തേക്ക് കയറുന്നത്. കുറുവ സംഘം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമം എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകളാണ് എന്താണ് രഘുനാഥ് നാരായണൻ നേരത്തെ പോലീസിൽ ലഭിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആ സംഘം തന്നെയാണോ എന്ന സംശയം ബലപ്പെടുന്നു. വലിയ വീടുകളുണ്ടെങ്കിലും അവിടെ കയറുന്നില്ല, ഇടത്തരം വീടുകളാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇങ്ങനെ ഓരോ സംഘത്തിനും ഓരോ തരത്തിലാണ് അവരുടെ മോഷണത്തിന്റെ രീതിയെന്നും വീടിന്റെ മുൻവാതിൽ തുറക്കില്ല, പിൻവാതിൽ തകർത്ത് മാത്രമേ അകത്ത് കയറൂ, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് എന്നുമൊക്കെ കഴിഞ്ഞ ദിവസം രഘു നൽകിയ കൗതുകകരമായ വിവരങ്ങളാണ്. എങ്കിൽ അല്പം അപകടകരമാണ് കാര്യങ്ങൾ, ജാഗ്രത പാലിക്കണം എന്ന് പോലീസ് നിർദ്ദേശം നൽകുകയാണ്. രഘു, ഈ കുറുവാ സംഘമാണെന്ന് ഉറപ്പിക്കുന്നുണ്ടോ പോലീസ്? അതിന്റെ ഭാഗമായിട്ടാണോ ഈ ജാഗ്രതാ നിർദ്ദേശം? സംഘമാണെന്ന് ഈ ഘട്ടത്തിൽ ഒരു 100% ഉറപ്പ് പറയാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. പക്ഷേ കുറുവാ സംഘം ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി സംശയമായി പോലീസ് പറയുന്നത് ഇവരുടെ ഒരു ശരീര ഭാഷ തന്നെയാണ്. മുഖം മറിച്ച് അർദ്ധനഗ്നരായിട്ട് എത്തുന്നു. മോഷണ രീതി തന്നെ വ്യത്യസ്തമാണ്. വീടിന്റെ പിൻഭാഗം തുറന്ന് അകത്തു കയറുന്നത്. അതുകൊണ്ട് ഈ സാധാരണക്കാരായ ഇടത്തരക്കാരായ ആളുകളുടെ വീട് ഇവർ തിരഞ്ഞെടുക്കുന്നത് സാധാരണ നിലയിൽ വലിയ വീടുകളുടെയൊക്കെ കതവുകളൊക്കെ കുറച്ചുകൂടെ ബലമുള്ളതായിരിക്കും. വലിയ തടിയും അല്ലെങ്കിൽ അത്തരത്തിൽ ഇരുമ്പും ഒക്കെ കൊണ്ട് അതിനൊരു ബലപ്പെടുത്തുന്ന രീതി പല വലിയ വീടുകൾക്കുമുണ്ട്. എന്നാൽ ഈ സാധാരണക്കാരായ വീടുകളാവുമ്പോൾ ഒരു ചെറിയ ഓടാമ്പലോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ചെറിയ സംവിധാനങ്ങൾ വെച്ചായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് വേഗതയിൽ കുത്തി തുറക്കാൻ വേണ്ടി സാധിക്കും. എന്ന് മാത്രവുമല്ല, ഇവർ ഈ കേരളം തിരഞ്ഞെടുക്കാനുള്ളൊരു കാര്യമായി പോലീസ് പറയുന്നത് ഒരു ധന വ്യത്യാസമില്ല അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നില വ്യത്യാസമില്ലാതെ ആളുകൾക്ക് വലിയ രീതിയിൽ സാധാരണ നിലയിൽ എല്ലാ വീടുകളിലും സ്വർണ്ണാഭരണം ഇല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഏത് വീട്ടിൽ കയറിയാലും 2-3 പവൻ വളരെ ഈസി ആയിട്ട് മോഷ്ടിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇവർ കേരളം തിരഞ്ഞെടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കുറുവാ സംഘം ആകാനുള്ളൊരു സാധ്യത ഇവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മുഖം മറിച്ച് അപ്രനാപ്തരായിട്ട് എത്തുന്നു, പിൻവാതിലിലൂടെ കയറുന്നു. അതുകൊണ്ടൊക്കെയാണ് കുറുവാ സംഘം ആകാനുള്ള സാധ്യതയിലേക്ക് പോകുന്നത്. മുൻപ് ഇവർ നടത്തിയിട്ടുള്ള സമാനമായ രീതിയിൽ കേരളത്തിൽ നടത്തിയിട്ടുള്ള മോഷണങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് മുൻപ് ലഭിച്ചിട്ടുള്ള CCTVകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് മലയാളികളല്ല എന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ ഉറപ്പിക്കുന്നുണ്ട്. ഇവരുടെ ഒരു ശരീരഘടനയും ശരീരഭാഷയും മോഷണം ചെയ്യുന്നതിനുള്ള ഒരു അനായാസമായ രീതിയും ഒക്കെയാണ് ഇത്തരത്തിൽ അവർ മലയാളികളല്ല എന്ന് ഉറപ്പിക്കാനുള്ള കാരണം. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. മലയാളികളല്ല, കുറുവാ സംഘമാണ് എന്നാൽ പൂർണ്ണമായും 100% ഉറപ്പിക്കുന്നില്ല. പക്ഷേ സംശയം ആ നിലയിൽ തന്നെയാണ്. വീണ്ടും പിൻവാതിൽ തുറന്നാണ് അകത്തേക്ക് വരാറ്.